വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ മൂന്നാർ വഴി വട്ടവടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ യാത്രാവിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഒരു ചാനൽ വളരെ കുഞ്ഞൊരു ചാനലാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണ് കംഫർട്ടബിളായിട്ട് സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കോണ്ടൻറ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. മൂന്നാർ വഴിയാണ് വട്ടവട പോകുന്നതെങ്കിലും മൂന്നാർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല കേട്ടോ ഇത്തവണ. കാരണം മൂന്നാർ ഓൾമോസ്റ്റ് ഞങ്ങൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര ഫുള്ളി വട്ടവട എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും 1 ഡേ ട്രിപ്പാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഞാൻ പോകുന്ന വഴിയൊക്കെ മൂന്നാറൊക്കെ ഇപ്പോൾ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നതുകൊണ്ട് ഭയങ്കര മെസ്സിയാണ് കേട്ടോ. മൂന്നാർ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ വട്ടവട എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ക്ലൈമറ്റ് അത് വേറെ ആയിരുന്നു മോനെ. അപ്പോൾ മൂന്നാറിലൂടെ പോകുന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. കണ്ടോ, മാട്ടുപ്പെട്ടി ഡാം, അതിൻ്റെ പരിസരങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പോയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നേരെ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണ് കേട്ടോ. പോകും തോറും നമ്മുടെ ക്ലൈമറ്റ് ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം റഷായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നത് സീസൺ ടൈമൊന്നും അല്ലാത്തതുകൊണ്ട് അധികം തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾ ഈ ജേണിയിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വീക്ക് മുമ്പാണ് ഞങ്ങൾ പോയിട്ട് വന്നത്. ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതിന് എത്ര ദിവസം കഴിയുമ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് മറ്റേ പത്തനംതിട്ടയിൽ ആ റാന്നിയിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഉരുളുപൊട്ടയും ഇടുക്കി അങ്ങനത്തെ പിന്നെ റെസ്ട്രിക്ഷൻസും വന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ വട്ടവട എൻട്രി ചെയ്തിട്ടുള്ള ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഇതാണ് കേട്ടോ പഴത്തോട്ടം വ്യൂ പോയിന്റ്. അതായത് അവിടുത്തെ ഗ്രാമങ്ങളിൽ തട്ടായിട്ട് കൃഷി ചെയ്യുന്ന കാഴ്ചകളാണ്. ഇത് രസമാണെന്ന് പറയും ഇത് കാണാൻ വേണ്ടി. നമ്മൾ നവംബർ, ഡിസംബർ, ജാനുവരി സമയങ്ങളിൽ വരാനാണ് കേട്ടോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അത് 1.5 ക്ലൈമറ്റാണത്. ആ സമയത്താണ് നിങ്ങൾ പോകാൻ നോക്കുന്നതെങ്കിൽ എന്തായാലും ആ ടൈം പീരീഡ് നോക്കിയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഫാമിങ്ങും സ്ട്രോബെറി സീസണും ഒക്കെയാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ എന്തായാലും അത് നോട്ട് ചെയ്ത് വയ്ക്കാം. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ളി ഈ ഒരു താഴത്തോട്ട് ഇറങ്ങുന്നതനുസരിച്ചിട്ട് പിന്നെ അങ്ങ് ഓരോരോ വീടുകളിലായിട്ട് ഇതിലൂടെ നടന്നു പോകുന്നത് സ്ട്രോബെറി ഫാമിലേക്കാണ്. വെജിറ്റബിൾ ഫാമിങ്ങും നിങ്ങൾ തപ്പി അന്വേഷിച്ച് നടക്കണം. നിങ്ങൾ ഈ പോകുന്ന വഴി തന്നെ കാണാം. നമ്മൾ വട്ടവട എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒരുപാട് നിങ്ങൾ അന്വേഷിച്ച് തപ്പി നടക്കേണ്ടി വരില്ല. അത്രയും വിസിബിളാണ്. നമുക്ക് അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങൾ കാണാം. ഓരോ നമ്മൾ പോകുന്ന വഴി ഫുള്ള് ഓരോ ഫാമുകളും സ്ട്രോബെറി ആൻഡ് വെജിറ്റബിൾ ഫാമിംഗ് ഒക്കെ നമുക്ക് ഭയങ്കര പക്കാ അവരുടെ ലൈഫാണ് അവിടെ കാണാൻ പറ്റാട്ടോ. സ്ട്രോബെറി ഫാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ജൂലൈ എൻഡിലാണ് പോയത്. ഈ സമയത്ത് സീസൺ ടൈമല്ല. അപ്പോൾ അത് കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതൊക്കെ നമുക്ക് പറഞ്ഞു തരാമായിരുന്നു. അതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അവരവിടെ വെള്ളമൊക്കെ നനച്ച് അടുത്ത ഒരു സീസണിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ. ഒരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സീസൺ അല്ല. ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ നവംബർ, ഡിസംബർ സമയത്താണ് നല്ല പുറ്റൂല് സ്ട്രോബെറി നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത്. ഇപ്പോൾ ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ടൊന്നുമില്ല. സീസൺ അല്ല. ശരി, ഇപ്പോൾ സീസണിൽ വന്നതിന് ഒരുപാട് നമുക്ക് കളക്ട് ചെയ്യാം. വട്ടവട വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോബെറി ഫാമും വിസിറ്റ് ചെയ്യണം. സ്ട്രോബെറി ഫാമിൽ സ്ട്രോബെറീസ് മാത്രമല്ല ജാമും വൈനൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഒരു ഹിഡൻ വാട്ടർഫോൾസിലേക്കാണ്. അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു ഹിഡൻ വാട്ടർഫോൾസാണ്. മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്ന് പോയി കാണണമെന്ന് തോന്നി. കാരണം കാടിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഭയങ്കര എന്താ പറയുക ജീപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ വാട്ടർഫോൾസ്. അപ്പോൾ സീസൺ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. ഇപ്പൊ അധികമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങൾക്കൊന്നും വെള്ളമുള്ളത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഫാമാണ് ഇത്. നമ്മുടെ പുറത്ത് വിടുന്ന വരുന്ന ആൾക്കാർ മൊത്തം ഇവിടെ നിന്ന് മേടിക്കണം. ഇവിടെ ലൈവായിട്ട് നമ്മൾ എല്ലാം പറിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെജിറ്റബിൾസ് മാത്രമേ ചെയ്യാനുള്ളൂ? നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഇവിടെ ഉണ്ട്. ഓക്കെ. ഇവിടെ എല്ലാം ഉണ്ട്. വെളുത്തുള്ളി, ക്യാരറ്റ്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് എല്ലാ സൈസും ഇവിടെ ഉണ്ട്. എല്ലാ പച്ചക്കറി ഉണ്ട് ഇവിടെ ഉണ്ട്. ഇത് ചോളമാണ്. ഇത് ചോളം. ഇത് മറ്റേ ഊട്ടി പോകുന്ന പറയുന്നത് നേച്ചുറൽ പ്ലാസ്റ്റിക് ആണ്. ഇത് വലിച്ചാൽ മതി വരും. ഇത് വലിച്ചോ, ഇത് വലിച്ചോ. ഇത് കഴുകാണ്ട് പോയി കഴിഞ്ഞാൽ 10 ദിവസം വയ്ക്കും. ഫ്രഷ് ആയിരിക്കും സാധനം. ഇതാ വാങ്ങിക്കാണെങ്കിൽ വാങ്ങി. അപ്പം നമ്മളവിടെ ചെന്നിട്ട് വെജിറ്റബിൾ ഫാമിംഗ് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ചേട്ടാ നമുക്ക് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ.
അമ്മമാര് പിടിച്ചു വെച്ചതാണ് ഇതൊക്കെ. ചേട്ടന്റെ ഇത്രയും സ്ഥലം ചേട്ടൻ്റെ ഇതിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന്റെ മേളില് പിന്നെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ 5 ഏക്കർ കൃഷിയുണ്ട്. 5 ഏക്കർ. ഓ, അപ്പൊ ഇത് നോക്കാൻ വേണ്ടി ചേട്ടൻ മാത്രമേ ഉള്ളൂ? ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ. ഞാൻ രാവിലെ 4 മണിക്ക് പണിക്ക് പോകും. രാവിലെ 4 മണിക്ക് പണിക്ക് പോയിട്ട് 10 മണി വരെ പണി. പിന്നെ ഇത് നോക്കും. പിന്നെ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പോകും. പിന്നെ 7 മണി വരെ പണി. എന്ത് ജോലിയാ ചെയ്യുന്നത്? കൃഷിപ്പണി തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ നേരിട്ട് പറിച്ചത് പർച്ചേസ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഒരു വട്ടവട ട്രിപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണുണ്ടോ. പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ കമൻറ്റ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു അടിപൊളി മാഗിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കും.